السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله البر الجواد الذي جلت نعمه عن الإحصاء بالأعداد، المان باللطف والإرشاد، الهادي إلى سبيل الرشاد، الموفق للتفقه في الدين من لطف به واختاره من العباد. أحمده وبلغ حمد وأكمله وأزكاه وأشمله، وأشهد أن لا إله إلا الله الواحد الغفار، وأشهد أن سيدنا محمد عبده ورسوله المصطفى المختار صلى الله عليه وسلم، وزاده فضلا وشرفا لديه. أما بعد، فإن الاشتغال بالعلم من أفضل الطاعات وأولى ما أنفقت فيه نفائس الأوقات. മഹാനായ അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫുദ്ദീൻ അൻ-നബവി റളിയല്ലാഹു തആല അൻഹു തൻ്റെ അൽ മിൻഹാജ് എന്ന ഗ്രന്ഥത്തിന് ആമുഖമായി കുറിച്ച ഹംദിൻ്റെയും സലാത്തിൻ്റെയും സീഗകൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രസൻറ്റേഷൻ ആരംഭിക്കുകയാണ്. മഹാനായ നബവി ഇമാം ഷാഫി മദ്ഹബിൻ്റെ സമുദ്ധരണത്തിൽ ഏറെ പങ്കുവഹിച്ച വലിയൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ഇമാം അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫുദ്ദീൻ അൻ-നബവി എന്ന് നേരത്തെയുള്ള പ്രഭാഷണങ്ങളിൽ നിന്ന്, പ്രസൻറ്റേഷനുകളിൽ നിന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഷാഫി മദ്ഹബിൻ്റെ സമുദ്ധരണത്തിൽ അതിൽ പങ്കുവഹിച്ച പണ്ഡിതന്മാരുടെ പദവികൾ അത് കൃത്യമായി നിർവചിക്കുന്നതിൽ പണ്ഡിതന്മാർ 5ഓളം പദവികൾ അതിനെ നിർവചിക്കുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. ഒന്ന് മുജ്തഹിദ് മുസ്തഖില്, അയിമത്തുൽ മദാഹിബുൽ അർബഅ, അത് മുജ്തഹിദ് മുസ്തഖിലിന്റെ പദവിയാണ്. അതായത് സ്വന്തമായ ഉസൂലുകൾ, കർമ്മശാസ്ത്ര വിധികൾ അതിൻ്റെ യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് കണ്ടെത്തുന്നതിൽ സ്വതന്ത്രമായിട്ടുള്ള ഉസൂലുകൾ സ്വന്തമായിട്ട് ഉള്ള പണ്ഡിതന്മാർ അയിമത്തുൽ മദാഹിബുൽ അർബഅ, അത് മുജ്തഹിദ് മുസ്തഖിലിന്റെ പദവിയിലാണ് വരുന്നത്. മറ്റൊരു പദവിയാണ് മുജ്തഹിദ് മുത്ലഖ്. ഈ അയിമത്തുൽ മദാഹിബുൽ അർബഅയുടെ അഖ്വാലുകൾ അതിനെ തഖ്രീജ് ചെയ്യുക, അതിനെ പരസ്പരം നസ്സുകളെ ഏതാണെന്നും മുഖറജായ ഖൗലുകൾ ഏതാണെന്നും മറ്റു ഖൗലുകളെല്ലാം കൃത്യമായി നിർവചിച്ച മുജ്തഹിദീങ്ങൾക്കാണ് മുജ്തഹിദ് മുത്ലഖ് എന്ന് പറയുക. മറ്റൊരു പദവിയാണ് അസ്ഹാബുൽ വുജൂഹ്. ഈ അയിമത്തിന്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ അവരുടെ ഉസൂലുകൾ ഉപയോഗിച്ച് പുതിയ വജഹുകൾ, പുതിയ അഭിപ്രായങ്ങൾ അത് കണ്ടെത്തിയ പണ്ഡിതന്മാർക്കാണ് അസ്ഹാബുൽ വുജൂഹ് എന്ന് പറയുക. ഇവർക്ക് ശേഷം വന്ന പദവിയാണ് മുജ്തഹിദുൽ ഫത്വ. ഈ അസ്ഹാബുൽ വുജൂഹിന്റെ അഭിപ്രായങ്ങൾക്കിടയിൽ തർജീഹുകൾ നടത്താൻ പ്രാപ്തിയും കഴിവും യോഗ്യതയുള്ള മുജ്തഹിദീങ്ങൾക്കാണ് മുജ്തഹിദുൽ ഫത്വ എന്നറിയപ്പെടുന്നത്. ഇവർക്ക് ശേഷം നുള്ളാറുൽ മദ്ഹബ് എന്ന് പറയുന്ന ഒരു വിഭാഗം വന്നിട്ടുണ്ട്. അതായത് ഈ മുറജ്ജിഹ്, തർജീഹ് നടത്തിയ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളെ അതിനെ തഅഖുബ ചെയ്ത്, അതിനെ ഇസ്തിദ്റാഖ് ചെയ്ത് അതിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച പണ്ഡിതന്മാരാണ് നുള്ളാറുൽ മദ്ഹബ് എന്ന് അറിയപ്പെടുന്നത്. അതിനുശേഷമുള്ള പണ്ഡിതന്മാരെല്ലാവരും കേവലം നാഖിലീങ്ങൾ, കേവലമെന്ന് അവരുടെ മഹത്വത്തെ ചെറുതാക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞതല്ല, മറ്റുള്ള പദവികളേക്ക് അത് താരതമ്യം ചെയ്യുമ്പോൾ അവർ മദ്ഹബിന്റെ നാഖിലീങ്ങൾ മാത്രമായിരുന്നു. മുൻകാല പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളെ അതേപോലെ തന്നെ അത് കൃത്യമായ രീതിയിൽ, അത് ഒരു വ്യവസ്ഥാപിതമായ രൂപത്തിൽ തങ്ങളുടെ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്ന നാഖിലീങ്ങളുടെ ഒരു പദവി. ഈ പദവികൾക്കിടയിൽ മഹാനായ ഇമാം റാഫിഈ ഇമാം, അതുപോലെ തന്നെ ഇമാം നവവി റളിയല്ലാഹു അൻഹുമ, ഇവരുടെ രണ്ടുപേരുടെയും ദൗത്യം എന്തായിരുന്നു, അവരുടെ സ്ഥാനം എന്തായിരുന്നു എന്ന് പറയലും അതിൽ നവവി ഇമാമിന്റെ രീതിശാസ്ത്രം, അദ്ദേഹത്തിന്റെ ഒരു മദ്ഹബിലുള്ള സ്ഥാനം അത് റാഫി ഇമാമിനേക്കാൾ വളരെ മികച്ചതായിട്ടാണ് പിൽക്കാല പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. അതിന് പിന്നിലുള്ള കാരണങ്ങളും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, ഒരു ബൃഹത്തായ വിഷയമാണെങ്കിലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇവിടെ അവതരിപ്പിക്കുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. ഞാൻ നേരത്തെ പറഞ്ഞ അസ്ഹാബുൽ വുജൂഹിന്റെ ഗണത്തിൽ ഒരു 20ലധികം പണ്ഡിതന്മാരെ അൽ മുഅ്തമദ് ഇൻദ ശാഫിഇയ്യ എന്ന കിതാബിൽ ഒഴിവാക്കിയതിന്റെയും ഉദ്ദേശം ഇത് തന്നെയായിരുന്നു. ഇപ്പോ അവസാനമായിട്ട് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ വിവാദത്തിൽ അത് ഇദാ സഹൽ ഹദീസു ഫഹുവ മദ്ഹബി എന്ന ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു മൊഴി വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ആ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് നവവി ഇമാമൊക്കെ റാജിഹാക്കിയിട്ടുള്ളത്. നവവിയ്യത്തുല്ല നബവിയ്യത്തുൻ റാഫിഇയ്യത്തുല്ല ഷാഫിഇയ്യത്തുൻ എന്ന് പറയുന്ന ഒരു പ്രശസ്തമായ ഒരു പരിഹാസം കലർന്ന ഒരു വാക്കുണ്ട്. ഒരു പ്രശസ്തനായ പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞതാണ്, ഇന്ന് പൊതുജനങ്ങൾ എല്ലാവരും നബവി ഇമാമിന്റെ ഒപ്പാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളല്ല അവർ പരിഗണിക്കുന്നത്. എല്ലാവരും റാഫിഈ ഇമാമിന്റെ ഖൗലിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ഷാഫിഈ ഇമാമിന്റെ മദ്ഹബിനല്ല എന്ന് ഈ ഒരു പ്രവണതയെ, ഫിഖിഹിലുള്ള ഈ തർജീഹിന്റെ പ്രവണതയെ എതിർത്തുകൊണ്ട് ഒരു
പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെയുള്ള മറുപടിയായിരുന്നു മഹാനായ ഷാഫി ഇമാമിന്റെ ഇദാ സഹൽ ഹദീസു വഹുവ മദ്ഹബി, ഹദീസ് സ്വഹീഹായി വന്നാൽ അതാണ് എന്റെ മദ്ഹബ് എന്ന ഷാഫി ഇമാമിന്റെ പ്രധാന ഫിഖ്ഹിൽ വിശ്രുതമായ ഒരു വാക്യം. പക്ഷേ അതിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചുകൊണ്ടായിരുന്നു അവർ തർജീഹാക്കിയത്. ഷാഫി ഇമാമിന് ആ ഹദീസ് ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ അസ്ഹാബുൽ വുജൂഹിന് ആ ഹദീസ് ലഭിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം, അല്ലെങ്കിൽ ഷാഫി ഇമാമിന്റെ ഖൗലിന് വേറെ തഖ്സീസോ അല്ലെങ്കിൽ തഅ്വീലൊക്കെ കൊടുക്കാൻ പറ്റുമോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമായിരുന്നു അവർ ഹദീസായ സ്വഹീഹായ ഹദീസുകളെ അവർ പരിഗണിച്ചിരുന്നത്. ഇന്ന് ചില സ്വതന്ത്ര ഇജ്തിഹാദ് വാദികൾ അല്ലെങ്കിൽ സ്വതന്ത്ര ഗവേഷണവാദികൾ ഉന്നയിക്കുന്നത് പോലെയുള്ള ഒരു രീതിയായിരുന്നില്ല, ഒരു സമീപനമായിരുന്നില്ല ഈ തർജീഹിന്റെ പണ്ഡിതന്മാർ സ്വീകരിച്ചിരുന്നത്. ഈ ഒരു 6ഓളം മാനദണ്ഡങ്ങൾ അവലംബമാക്കിയിട്ടാണ് മദ്ഹബിലുള്ള തർജീഹ് നടന്നിട്ടുള്ളത്. ഇമാം റാഫി ഇമാമിന്റെയും നവവി ഇമാമിന്റെയും സ്ഥാനം മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ തന്റെ തുഹ്ഫത്തുൽ മുഹ്താജിന് നൽകിയ ആമുഖത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇന്നൽ കുതുബൽ മുതഖദ്ദിമത അല ശൈഖൈൻ ലാ യുഅതമദു ശൈഉൻ മിൻഹാ ഇല്ലാ ബഅദ മസീദിൽ ഫഹ്സി വത്തഹരി ഹത്താ യഗ്ലിബ അല ദന്നി അന്നഹുൽ മദ്ഹബ്. നവവി ഇമാമിന്റെയും റാഫി ഇമാമിന്റെയും മുൻകാലത്ത് വന്ന ഗ്രന്ഥങ്ങളൊന്നും അത് അവലംബമാക്കാൻ പാടില്ല. അത് കൃത്യമായി അത് സംശോധനം നടത്തിയതിനു ശേഷം വളരെ മികച്ച ധാരണ ഉണ്ടായതിനു ശേഷം അത് മദ്ഹബാണ്, മദ്ഹബിന്റെ അസ്ലുകൾക്ക് അനുസരിച്ചതാണെന്ന് കൃത്യമായി ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഈ രണ്ട് ശൈഖ്മാരുടെയും നവീമാമിന്റെയും റാഫിമാമിന്റെയും മുൻപേയുള്ള ഗ്രന്ഥങ്ങൾ അവലംബിക്കാൻ പാടുള്ളൂ എന്ന് കൃത്യമായി മഹാനായ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് തന്നെ ഹാദാ കുല്ലുഹു ഫീ ഹുക്മി ലം യതഅറഫ് ലഹു ശൈഖാൻ ഔ അഹദുഹുമാ وإلا فالذي أطبق عليه محقق المتأخرين ولم تزل مشايخنا يوصون به وينقلونه عن مشايخهم وهم عمن قبلهم وهكذا أن المعتمد ما اتفق عليه فإن اختلف فالمصنف. ഈ നവീമാം റാഫിമാം പറയാത്ത അഭിപ്രായങ്ങൾ നോക്കേണ്ടി വരുന്നത്, അത് പരിശോധിക്കേണ്ടി വരുന്നത് ഇവർ ആ വിഷയത്തിൽ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ കൃത്യമായ മസലകളോ വിശദീകരിക്കാത്തപ്പോഴാണ്. ഇവർ രണ്ടുപേരും ഐക്യകണ്ഠ്യ ഒരു വിഷയത്തിൽ ഖണ്ഡിതമായ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞതാണ് അവലംബിക്കേണ്ടത്. ഇവർ രണ്ടുപേരും അഭിപ്രായ ഭിന്നതയിലായിട്ടുണ്ടെങ്കിൽ അതിൽ റാഫിമാമിന്റെ നവീമാമിന്റെ അഭിപ്രായത്തെയാണ് പരിഗണിക്കേണ്ടത്. റാഫിമാമിന് തനിച്ച് ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ നവീമാമിന് ആ വിഷയത്തിൽ അഭിപ്രായം ഇല്ലെങ്കിൽ മാത്രം റാഫിമാമിനെ പരിഗണിക്കണമെന്ന് മഹാനായ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തന്റെ തുഹ്ഫത്തുൽ മുഹ്താജിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോ മഹാനായ നവവി ഇമാമും റാഫി ഇമാമും മദ്ഹബിൽ അവർ വളരെയധികം പ്രത്യേകിച്ച് തർജീഹിന്റെ വിഷയത്തിൽ കൃത്യമായ ഒരു വളരെ മികച്ച പദവി വഹിച്ചവരായിരുന്നു. മഹാനായ നവവി ഇമാമിനും റാഫി ഇമാമിനും ഇങ്ങനെ ഒരു പ്രാധാന്യം മദ്ഹബിൽ വരാനുള്ള കാരണങ്ങൾ പരതുമ്പോൾ അന്വേഷിക്കുമ്പോൾ അവരുടെ ഗ്രന്ഥങ്ങളിലുള്ള അവരുടെ രീതിശാസ്ത്രം, അവരുടെ മൻഹജ് നാം നോക്കുമ്പോൾ അത് മനസ്സിലാവും. അതായത് നവവി ഇമാമിന് يجوز لمفتٍ على مذهب الشافعية إذا اعتمد النقل أو أن يكتفي بمصنف أو مصنفين ونحوهما من كتب المتقدمين وأكثر المتأخرين لكثرة الاختلاف بينهم في الجزم والترجيح. ഇമാം പറയുന്നുണ്ട്, മുൻകാല ഗ്രന്ഥങ്ങളൊന്നും പരിഗണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന് അഭിപ്രായ ഭിന്നതകൾ ധാരാളമായിട്ടുണ്ട്. പിൽക്കാലത്ത് വന്ന മുഫ്തികൾ ഫത്വയിൽ അഗ്രഗണ്യരായ പണ്ഡിതന്മാർ ചെയ്യേണ്ടത് അവർ മുൻകാല ഗ്രന്ഥങ്ങളെ ഒരു മാനദണ്ഡവുമില്ലാതെ ഒരു സംശോധനയ്ക്കും വിധേയമാക്കാതെ ഏതെങ്കിലും ഒരു ഗ്രന്ഥങ്ങളിൽ നിന്ന് നഖൽ ചെയ്യുക എന്ന ദൗത്യം എന്നൊരു രീതി അത് ശരിയായ രീതിയല്ല എന്ന് പറയുന്നുണ്ട്. മഹാനവർകൾ അതിന് കാരണം പറയുന്നത് വലാ യഹ്സുനു ലഹു വസൂഖുൻ ബിഅന്ന മാ ഫിൽ മുസന്നഫൈനി അൽ-മദ്കൂറൈനി വനഹ്വിഹിമാ വ മദ്ഹബു ശാഫിഈ. കേവലം രണ്ടോ അല്ലെങ്കിൽ ഒന്നോ ഗ്രന്ഥങ്ങൾ മാത്രം പരതിയാൽ അത് ശാഫി ഇമാമിന്റെ മദ്ഹബാണെന്നും റാജിഹാണെന്നും നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം അതിലുള്ള അഭിപ്രായ ഭിന്നതകൾ ധാരാളം ഉണ്ട് എന്നതുകൊണ്ടാണ്. ഇക്കാരണം കൊണ്ട് തന്നെയാണ് നവവി ഇമാമും റാഫി ഇമാമും മദ്ഹബിനെ തഹ്രീർ ചെയ്യാൻ മുന്നിട്ടിറങ്ങിയത്. അങ്ങനെയാണ് നവവി ഇമാമിന്റെയും റാഫി ഇമാമിന്റെയും ഗ്രന്ഥങ്ങൾക്ക് പിൽക്കാലത്ത് ധാരാളമായിട്ട് പണ്ഡിതന്മാർ അതിനെ അവലംബിക്കുകയും അതിന് സ്വീകാര്യത ലഭിക്കുകയും ചെയ്തത്. മഹാനായ സുബിക്കി തങ്ങൾ തന്നെ തർശീഹു തൗശീഹ് വ തർജീഹു തസ്ഹീഹ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഏലമന്നൽ മുതഖദ്ദിമീന ലം യകുൻ ശൗഖഹും ഇല തർജീഹി ഫിൽ ഖിലാഫ്. മുൻകാല പണ്ഡിതന്മാർക്ക് അഭിപ്രായ ഭിന്നതകൾക്കിടയിൽ
ഏതാണ് പ്രബലം എന്ന് പരത്തുക എന്നൊരു താല്പര്യം അവർക്കില്ലായിരുന്നു. ശരിയായ അഭിപ്രായങ്ങൾ ഏതാണെന്ന് വിശദീകരിക്കുക എന്നത് അവരുടെ പണിയല്ലായിരുന്നു. അതിനുള്ള കാരണം പറയുന്നത് അന്ന് ധാരാളം അറിവുകൾ ലഭ്യമായിരുന്നു, അന്ന് ധാരാളം അറിവിന്റെ സ്രോതസ്സുകൾ ലഭ്യമായിരുന്നു, പണ്ഡിതന്മാർ ധാരാളമായിട്ടുണ്ടായിരുന്നു. തന്റെ അഭിപ്രായം അല്ലെങ്കിൽ തന്റെ ചിന്ത എങ്ങോട്ടാണ് എത്തിക്കുന്നത് ആ ഒരു അഭിപ്രായം ഫത്വയായിട്ട് പറയുക എന്നതായിരുന്നു മുൻകാല പണ്ഡിതന്മാരുടെ ശൈലി. ഇന്ന് പറഞ്ഞത് ഇന്നലെ പറഞ്ഞത് ചിലപ്പോ ഇന്ന് തിരുത്തി പറയേണ്ടി വന്നേക്കും. അവരുടെ അറിവിലുള്ള അഗാധമായ പാണ്ഡിത്യ കാരണത്താൽ അവരുടെ അഭിപ്രായങ്ങൾക്ക് ഒരു സ്ഥിരതയില്ലായിരുന്നു. അപ്പോൾ അവർ ശരിയായ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ പ്രബലമായ അഭിപ്രായങ്ങൾ അത് പരതുക എന്നത് അന്ന് ഒരു പ്രവണതയായിട്ടില്ലായിരുന്നു. പിന്നീടാണ് നവവി ഇമാമും അതുപോലെ തന്നെ റാഫി ഇമാമും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരികയും ഏറ്റവും റാജിഹായ അഭിപ്രായങ്ങളെ അവരുടെ ഗ്രന്ഥത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്തത്. പിന്നീട് റാഫി ഇമാമിന്റെ അഭിപ്രായങ്ങളെ നവവി ഇമാം തിരുത്തി പറയുക എന്നൊരു സംഗതി ഉണ്ടായി. അതായത് റാഫി ഇമാമിന്റെ റൗളത്തുൽ ത്വാലിബീൻ, റാഫി ഇമാം വജീസിനെ എഴുതിയിട്ടുള്ള ഫത്ഹുൽ അസീസ് എന്ന ശറഹുൽ കബീർ, ആ ശറഹുൽ കബീറിനെ തഹ്രീർ ചെയ്ത കിതാബായിരുന്നു റൗളത്തുൽ ത്വാലിബീൻ. അതുപോലെ റാഫി ഇമാമിനെ മുഹററിനെ തഹ്രീർ ചെയ്തിട്ട് നവവി ഇമാം എഴുതിയ കിതാബാണ് മിൻഹാജുൽ ത്വാലിബീൻ. അങ്ങനെ റാഫി ഇമാമിന്റെ ഗ്രന്ഥങ്ങളെ പിൽക്കാലത്ത് നവവി ഇമാം തഹ്രീർ ചെയ്തു. ആ തഹ്രീർ ചെയ്യാനുള്ള കാരണങ്ങൾ ഓരോ ഗ്രന്ഥങ്ങളെയും തുടക്കത്തിൽ തന്നെ, പ്രത്യേകിച്ച് മിൻഹാജിന്റെ തുടക്കത്തിലൊക്കെ നവവി ഇമാം കൃത്യമായി നിർവചിക്കുന്നുണ്ട്. അതായത് നവവി ഇമാം അങ്ങനെ ചെയ്യാനുള്ള കാരണം പറയുന്നത് അത് റാഫി ഇമാം ഏതെങ്കിലും വിഷയങ്ങളിൽ സാക്കിത്തായി അഭിപ്രായം ഏതെങ്കിലും കൈതുകൾ കൊടുക്കാതെ പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വജികളോ അല്ലെങ്കിൽ കൗലുകളോ തർജീഹാക്കുമ്പോൾ റാഫി ഇമാമിന്റെ പരിഗണനക്കപ്പുറത്ത് വേറെ മാനദണ്ഡങ്ങൾ നവവി ഇമാമിൽ ലഭിക്കുമ്പോഴൊക്കെ ആയിരുന്നു ഇങ്ങനെ ഒരു ശൈലി നവവി ഇമാം സ്വീകരിക്കാനുള്ള കാരണം. നവവി ഇമാം തന്നെ തന്റെ തഹ്ഖീഖിന്റെ മുഖദ്ദിമയിൽ പറയുന്നുണ്ട്, വലാ ഉറജ്ജിഹു ഇല്ലാ മാ റജ്ജഹൽ അസ്ഹാബു ഔ അക്സറുഹും വമുഹഖിഖുഹും വകാന റാജിഹൻ ഫിദ്ദലീൽ. ദലീൽ അടിസ്ഥാനത്തിൽ റാജിഹായത് അല്ലെങ്കിൽ ബഹുഭൂരിഭാഗം പണ്ഡിതന്മാർ റാജിഹാക്കിയത് അത് മാത്രമാണ് ഞാൻ റാജിഹാക്കുക. അപ്പോ റാഫി ഇമാമിനേക്കാൾ പിൽക്കാലത്തെ നവവി ഇമാമിന് മുൻഗണന ലഭിക്കാനുള്ള കാരണങ്ങൾ പരതുമ്പോൾ നാം എത്തിച്ചേരുന്നത് 6ഓളം കാരണങ്ങളിലേക്കാണ്. അത് മുഴുവനായിട്ട് കൃത്യമായിട്ട് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഒന്നാമത് നവവി ഇമാം റാഫി ഇമാമിനേക്കാൾ ശേഷം വന്ന പിൽക്കാലത്ത് വന്ന ആളായിരുന്നു. അതുകൊണ്ടാണ് റാഫി ഇമാമിനേക്കാൾ കൂടുതൽ നവവി ഇമാമിന് ഗ്രന്ഥങ്ങൾ ലഭിക്കുകയും ഒരുപാട് ഗവേഷണങ്ങൾ ഒരുപാട് മനനങ്ങൾ അതിൽ നടത്താൻ സാധിക്കുകയും ചെയ്തു. രണ്ടാമതായിട്ട് നവവി ഇമാം മദ്ഹബിനെ സേവനം ചെയ്യുന്നത്, അതിനെ തർജീഹ് ചെയ്യുന്നതിൽ കൂടുതലായിട്ട് താല്പര്യം കാണിച്ചു എന്നാണ്. അതായത് റാഫി ഇമാം മുൻകാല പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ റിവായത്ത് ചെയ്യുകയും അത് ആരുടെയൊക്കെ അഭിപ്രായങ്ങൾ ആ അഭിപ്രായങ്ങളെല്ലാം റിവായത്ത് ചെയ്യുകയും കൂടുതൽ മസലകൾ ഉൾക്കൊള്ളിക്കുക എന്ന ഒരു പ്രവണതയായിരുന്നു റാഫി ഇമാമിന്റെ ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നത്. അതേസമയം നവവി ഇമാം ചെയ്തത് ഈ അഭിപ്രായങ്ങൾ ഉദ്ധരിക്കുന്നതിനപ്പുറം അതിലെ റാജിഹി ഏതാണെന്ന് വ്യക്തമാക്കി പറയുക എന്നൊരു താല്പര്യം കൂടി നവവി ഇമാമിന് ഉണ്ടായിരുന്നു. മൂന്നാമതായിട്ട് റാഫി ഇമാമിന് ലഭിക്കാത്ത ഒരുപാട് ഗ്രന്ഥങ്ങൾ നവവി ഇമാമിന് ലഭിച്ചിരുന്നു. മാത്രമല്ല നവവി ഇമാം അതൊക്കെ നേരിട്ട് അത് കണ്ടെത്തുകയും അതിന്റെ നേരിട്ടുള്ള നുസ്ഖകൾ അത് കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് നവവി ഇമാമിന്. അതുപോലെ നവവി ഇമാമിന്റെ തസ്നീഫുകൾ ധാരാളമുണ്ട്. റാഫി ഇമാമിന്റെ തസ്നീഫുകളേക്കാൾ കൂടുതൽ നവവി ഇമാമിനാണ് തസ്നീഫുകൾ കൂടുതലുള്ളത്. അതുപോലെ നവവി ഇമാം ഇസ്തിലാഹാത്തുകൾ പ്രയോഗിക്കുമ്പോൾ വളരെ കൃത്യമായ രീതിയിൽ തഹ്ദീദ് ചെയ്തുകൊണ്ട് തന്നെ ഇസ്തിലാഹാത്തുകൾ പ്രയോഗിച്ചു എന്നാണ്. റാഫി ഇമാം റാജിഹി ഏതാണെന്ന് കൃത്യമായി നിർവചിക്കുമ്പോൾ അതിനുള്ള ഇസ്തിലാഹാത്തുകൾ, ആ ഇസ്തിലാഹാത്തുകളെ കൃത്യതയേക്കാൾ നവവി ഇമാമിന്റെ ഇസ്തിലാഹാത്തുകൾക്ക് വളരെ കൃത്യതയുണ്ടായിരുന്നു. നേരത്തെ ഉസ്താദ് വിശദീകരിച്ചതുപോലെ അൽ അസ്ഹറു എന്ന് പറഞ്ഞാൽ അത്, അതുപോലെ അൽ അസ്ഹറു അൽ അസഹു വജികളെ തർജീഹ് ചെയ്യുമ്പോൾ അൽ അസഹു എന്ന് പ്രയോഗിക്കുക. അതുപോലെ അസ്ഹറിനെ
ഖൗലുകളെ തർജീഹ് ചെയ്യുമ്പോൾ അൽ അദ്ഹർ എന്ന് പ്രയോഗിക്കുക. അതിൽ തന്നെ ത്വരീഖത്തുൽ ഖുറാസാനിയീൻ, ത്വരീഖത്തുൽ ഇറാഖിയീൻ, ഈ രണ്ട് ത്വരീഖത്തുകളിൽ നിന്ന് ഏറ്റവും പ്രാചീനമായ ത്വരീഖത്തുകൾ വിശദീകരിക്കുമ്പോൾ അൽ മദ്ഹബ് എന്ന് പറയുക. ഈ രീതിയിലുള്ള ഒരുപാട് ഇസ്തിലാഹാത്തുകൾ നവവി ഇമാമിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു. റാഫി ഇമാം ആ ഇസ്തിലാഹാത്തിന്റെ കണിശത അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ പുലർത്തിയിരുന്നില്ല. ഇങ്ങനെ 6ഓളം കാരണങ്ങളാണ് നവവി ഇമാമിന്റെ ഖൗലുകൾക്ക് പിന്നീട് കൂടുതൽ പ്രാധാന്യവും കൂടുതൽ സ്വീകാര്യത ലഭിക്കാനുള്ള കാരണങ്ങളായിട്ട് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത്. നവവി ഇമാമിന്റെ തർജീഹുകൾക്കെതിരെ ഒരുപാട് വിമർശനങ്ങൾ പിൽക്കാലത്ത് വന്നിട്ടുണ്ട്. ഇമാമിന്റെ കാലഘട്ടത്തിന് ശേഷം വന്ന പണ്ഡിതന്മാർ അറിയപ്പെടുന്നത് നുദ്വാറുൽ മദ്ഹബ് എന്നാണ്. ഈ നുദ്വാറുൽ മദ്ഹബിനെ കുറിച്ച് ഒരു വിശദമായ പഠനം, ഒരു പ്രസന്റേഷൻ അടുത്ത വരാനിരിക്കുന്നതുകൊണ്ട് ഇതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അതിൽ നുദ്വാറുൽ മദ്ഹബിലെ ഏറ്റവും അഗ്രഗണ്യനെ ഏറ്റവും പ്രസിദ്ധനായ ഒരു പണ്ഡിതനായിരുന്നു താജുദ്ദീൻ സുബ്കി തങ്ങൾ. താജുദ്ദീൻ സുബ്കിയുടെ പിതാവായ തഖിയുദ്ദീൻ സുബ്കി തങ്ങൾ. ഈ തഖിയുദ്ദീൻ സുബ്കി തങ്ങള് നവവി ഇമാമിന്റെ അഭിപ്രായങ്ങളെ ഇന്തിഖാദ് ചെയ്തുകൊണ്ട്, ഇസ്തിദ്റാഖ് ചെയ്തുകൊണ്ട്, അതിനെ വിമർശിച്ചുകൊണ്ട് ചില ഭാഗങ്ങളിൽ, ചില മസ്അലകളിൽ അദ്ദേഹം ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശാഫിഈ മദ്ഹബിൽ അശ്ശൈഖാനി ഫിൽ മദ്ഹബി എന്ന് പറയുന്നതിന് പുറമെ അശ്ശുയൂഖ് സലാസത്തു ശുയൂഖ് സലാസ ഫിൽ മദ്ഹബി ശാഫിഈ എന്ന് 3 ശൈഖുമാർ എന്ന് പറഞ്ഞിട്ട് നവവി ഇമാമിനെയും റാഫി ഇമാമിനെയും കൂടെ തഖിയുദ്ദീൻ സുബ്കി തങ്ങളെയും എണ്ണുന്ന ഒരു പ്രവണത പിൽക്കാലത്ത് ചില ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ നവവി ഇമാമിനെയും റാഫി ഇമാമിനെയും സുബ്കി ഇമാമിന്റെയും ശൈലിയെ കൃത്യമായി വേർതിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് തഖിയുദ്ദീൻ സുബ്കി തങ്ങളുടെ മകനായ താജുദ്ദീൻ സുബ്കി തങ്ങൾ പറയുന്നുണ്ട്, തഖിയുദ്ദീൻ സുബ്കി തങ്ങള് അത് ധാരാളം തർജീഹും അതുപോലെ തന്നെ ഫിഖ്ഹും അദ്ദേഹത്തിന്റെ ഒരു പരിഗണനയായിരുന്നു. ധാരാളം മസ്അലകൾ പറയുക, അതുപോലെ തന്നെ തർജീഹും നടത്തുക, ഇത് ഒരു പരിഗണനയായിരുന്നു തഖിയുദ്ദീൻ സുബ്കി തങ്ങൾക്ക്. അതേസമയം നവവി ഇമാമിന് തർജീഹിൽ മാത്രമായിരുന്നു കൂടുതൽ ഫോക്കസ് നൽകിയിരുന്നത്. റാഫി ഇമാം കൂടുതൽ ഫിഖ്ഹും പറയും, അതുപോലെ തന്നെ തർജീഹും ചെയ്യും. ഇത് ഒരുപോലെയായിരുന്നു റാഫി ഇമാമിന് അടുത്തുണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ 3 രീതിയിൽ നവവി ഇമാമിനെയും റാഫി ഇമാമിനെയും സുബ്കി ഇമാമിനെയും കൃത്യമായി അവരുടെ 3 പേരുടെയും ശൈലിയെ കൃത്യമായി മനസ്സിലാക്കി പറഞ്ഞുകൊണ്ട് താജുദ്ദീൻ സുബ്കി തങ്ങൾ തന്റെ തബഖാത്ത് ശാഫിഈയ്യത്തുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു നവവി ഇമാമിനും റാഫി ഇമാമിനും പിൽക്കാലത്ത് കൂടുതൽ സ്വാധീനവും പിൽക്കാലത്ത് കൂടുതൽ സ്വീകാര്യത ലഭിക്കാനുള്ള കാരണങ്ങൾ. നുദ്വാറുൽ മദ്ഹബ് അവർ ധാരാളം വിമർശനങ്ങൾ, ഇവരുടെ അഭിപ്രായങ്ങൾക്കെതിരെ ധാരാളം വിമർശനങ്ങൾ, തർജീഹുകൾക്കെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അതിനൊന്നും പിൽക്കാലത്ത് സ്വാധീനമില്ലാതെ പോയത് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തു വരുന്ന പ്രസന്റേഷനിൽ നുദ്വാറുൽ മദ്ഹബിനെ കുറിച്ച് സവിസ്തരം പ്രതിപാദിക്കുന്നതുകൊണ്ട് ആ ഒരു മേഖലയിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്റെ സംഭാഷണം ഞാൻ ചുരുക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.